ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 11 ചാപ്റ്റർ 7 ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കുറേ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സോ എന്താണ് ഈ പി എച്ച് എന്ന് പറഞ്ഞാൽ? pH is defined as the negative logarithm of hydrogen ion or hydronium ion concentration in moles per liter, that is molarity. അതായത് പി എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺ H+ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ എന്ന് പറഞ്ഞാൽ H3O+ അയോൺ, ഇവരുടെയൊക്കെ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗറിതമാണ്. എന്ന് പറഞ്ഞാൽ പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+, അല്ലെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H3O+. ഈ പ്ലസ് ഈ ഒൻ്റെ മേലെയാണ് വരേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്ലസ് ഇവിടെ എച്ചിൻ്റെ മേലെയാണ് വരേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ ലോഗ് എടുത്ത് അതിൻ്റെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് കിട്ടും. ഓക്കെ, സോ പി എച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദി നെഗറ്റീവ് ലോഗറിതം ഓഫ് ഹൈഡ്രജൻ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ, ദാറ്റ് ഇസ് മോളാരിറ്റി. മോളാർ കോൺസെൻട്രേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെഗറ്റീവ് ലോഗറിതം ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ ഇസ് കോൾഡ് POH. ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ ലോഗ് എടുത്ത് അതിൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പി എച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈഡ്രോക്സിൽ അയോൺ എടുക്കുകയാണ്, അതായത് OH- അയോൺ, അവരുടെ കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിൽ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ലോഗ് എടുത്ത് നെഗറ്റീവ് എടുത്ത് എന്തായിരിക്കും? അതിനെ വിളിക്കുന്നത് പേരാണ് POH. സോ POH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH-. ഓക്കെ, ഈ മൈനസ് എച്ചിൻ്റെ മേലെയാണ് വേണ്ടത് കേട്ടോ. സോ ഫോർ പ്യുവർ വാട്ടർ 298 Kelvin, 298 Kelvin എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ പ്യുവർ വാട്ടറിന് H+ൻ്റെ കോൺസെൻട്രേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? 10⁻⁻7, 10⁻² ആണ് കേട്ടോ. 10⁻⁻7 ആണ്. Therefore pH of pure water is 7. അപ്പോൾ കോൺസെൻട്രേഷൻ പ്യുവർ വാട്ടറിൻ്റെ 298 Kelvinൽ പ്യുവർ വാട്ടറിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ 10⁻⁻7 ആണെങ്കിൽ ആ പ്യുവർ വാട്ടറിൻ്റെ പി എച്ച് എന്തായിരിക്കും? പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+, അല്ലേ? അപ്പോൾ ഇവിടെ H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആണെന്ന് അറിയാം. ഇപ്പോൾ 298 Kelvinലാണെങ്കിൽ പ്യുവർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെയാണ് വരിക. ഓക്കെ, H+ൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെയാണ് വരിക. അപ്പോൾ ആ ഒരു കേസിൽ പി എച്ച് എടുത്തു കഴിഞ്ഞാൽ പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+, അപ്പോൾ മൈനസ് ലോഗ് ഓഫ് 10⁻⁻7. ഓക്കെ, അപ്പോൾ ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് A⁻B എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് B log A എന്ന് എഴുതാം. അതാണ് ലോഗിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. അപ്പോൾ എങ്ങനെ വരും? ഞാൻ പറയുന്നത് ഒന്നല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക അല്ലെങ്കിൽ മനസ്സിലാലോചിക്കുക. ഓക്കെ, നമുക്കിവിടെ കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നിരുന്നത് 10⁻⁻7 ആണ്. അപ്പോൾ മൈനസ് ലോഗ് 10⁻⁻7 എന്നാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ അത് ലോഗ് A⁻B ഫോമിലാവും അല്ലേ? ലോഗ് മൈനസ് ലോഗ് 10⁻⁻7 ലോഗ് A⁻B ഫോമിൽ. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? B log A എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരും? മൈനസ് ഇൻറ്റു -7 ഇൻറ്റു ലോഗ് 10 വരും. ലോഗ് 10 എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണ്. സോ മൈനസ് ഇൻറ്റു -7 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 തന്നെ ആവില്ലേ? മൈനസും കൂടി പോസിറ്റീവായി 7 കിട്ടും. അങ്ങനെയാണ് നമുക്ക് പ്യുവർ വാട്ടറിൻ്റെ 298 Kelvinൽ pH 7 എന്ന് കിട്ടണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോക്കുക. സോ ദ pH വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെറോസിൻ. സെറോസിൻ എന്ന് പറഞ്ഞ ഒരാളാണ് പി എച്ച് സ്കെയില് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ് ഫ്രം 0 to 14. അപ്പോൾ പി എച്ച് സ്കെയിലിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 0 തൊട്ട് 14 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇഫ് ദ പി എച്ച് ഇസ് ലെസ് ദാൻ 7, 7നേക്കാട്ടും ലെസ്സറാണ് പി എച്ച് എങ്കിൽ ദ സൊല്യൂഷൻ ഇസ് അസിഡിക്. ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 7 ഇറ്റ് ഇസ് ബേസിക്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് 7 ദ സൊല്യൂഷൻ ഇസ് ന്യൂട്രൽ. അപ്പോൾ പി എച്ച് 7നേക്കാട്ടും കുറവാണ് വരുന്നത്, അതായത് 6, 5 അങ്ങനെ തുടങ്ങി 0ലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ അസിഡിക് സൊല്യൂഷൻ ആവും. 7നേക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ബേസിക് ആവും. 7 ആണെങ്കിൽ സൊല്യൂഷൻ ന്യൂട്രൽ ആവും. ആൻഡ് 7 പി എച്ച് ആർക്ക് ഉണ്ടാവുക? നമ്മുടെ വാട്ടറിനാണ് ഉണ്ടാവുക, പ്യുവർ വാട്ടർ. കണ്ടോ? സോ ഇഫ് ദ പി എച്ച് ഇസ് 0, 1, 2, 3 എക്സെട്ര, ഒന്നുകൂടി പറയുകയാണ്, ക്ലിയർ ആക്കുകയാണ് അവർ. ഇഫ് ദ പി എച്ച് ഇസ് 0, 1, 2, 3 എക്സെട്ര ദ സൊല്യൂഷൻ ഇസ് സ്ട്രോങ്ലി അസിഡിക്. അപ്പോൾ പി എച്ച് 0, 1, 2, 3 കുറവെന്ന് വളരെ കുറവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 7ന് താഴെയുള്ള പി എച്ച് വരുന്നുണ്ടെങ്കിൽ അത് സൊല്യൂഷൻ അസിഡിക് ആക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം
അസിഡിക് പ്രോപ്പർട്ടി എത്ര 7നെക്കാട്ടും എത്ര താഴുന്നോ pH വാല്യൂ എത്ര താഴുന്നോ അതിനനുസരിച്ച് അസിഡിറ്റി കൂടും അല്ലേ. അപ്പോൾ 0, 1, 2, 3 പൊസിഷൻസിലിരിക്കുന്ന സൊല്യൂഷൻസ് സ്ട്രോങ്ലി അസിഡിക് ആവും. എന്നാൽ 12, 13, 14 സൊല്യൂഷൻസ് എല്ലാം സ്ട്രോങ്ലി ബേസിക് ആവും. കാരണം എന്താ, 7ന് മേലെ പോകുന്നതെല്ലാം ബേസിക് പ്രോപ്പർട്ടി കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ്. അപ്പോൾ എത്ര കൊണ്ട് മേലേക്ക് പോകുന്നു, എത്ര കൊണ്ട് ഗ്രേറ്റർ ആവണോ അത്രയും ആ സൊല്യൂഷൻ ബേസിസിറ്റി കാണിക്കും. ഓക്കെ. ആൻഡ് പി എച്ച് ഓഫ് അവർ ബ്ലഡ് ഇസ് 7.4. നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ 7.4 ആണ്. ഓക്കെ, സ്ലൈറ്റ്ലി ബേസിക് ആണ്. ആൻഡ് ദാറ്റ് ഓഫ് അവർ സലൈവ ഇസ് 6.4. നമ്മുടെ സലൈവയുടെ 6.4 ആണ്, സ്ലൈറ്റ്ലി അസിഡിക് ആണ്. അപ്പോൾ സോ ബ്ലഡ് ഇസ് സ്ലൈറ്റ്ലി ബേസിക് ആൻഡ് സലൈവ ഇസ് സ്ലൈറ്റ്ലി അസിഡിക്. അപ്പോൾ ഇതൊരു നമുക്ക് ചിലപ്പോൾ വൺ വേർഡായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ പഠിച്ചു വയ്ക്കുക, നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള കാര്യങ്ങളല്ലേ, ബ്ലഡിൻ്റെ ആയാലും സലൈവയുടെ ആയാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ പി എച്ച് ആൻഡ് POH. അപ്പോൾ നമ്മൾ പി എച്ച് എന്താ പറഞ്ഞു, POH എന്താണെന്ന് പറഞ്ഞു. പി എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻ മോൾസ് പെർ ലിറ്റർ. POH എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇവർ രണ്ടിനെയും റിലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. സോ വി നോ ദാറ്റ് KW ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. അപ്പോൾ നമുക്കറിയാം KW നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ് KW. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ 10⁻⁻7 ആണ്. അപ്പോൾ 10⁻⁻7 ഇൻറ്റു 10⁻⁻7 എന്നായപ്പോൾ 10⁻⁻14 എന്നായി, വിച്ച് ഇസ് അറ്റ് 298 Kelvin. 298 Kelvinലാണെങ്കിൽ ഇതാണ് KW. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ലോഗരിതം രണ്ട് സൈഡിലും എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ലോഗരിതം എടുക്കുന്നത്? നമ്മൾ എന്താണ് PHനും POHനൊക്കെ പറഞ്ഞിരുന്നത്? ഇറ്റ് ഇസ് എ നെഗറ്റീവ് ലോഗരിതം ഓഫ് റെസ്പെക്റ്റീവ് കോൺസെൻട്രേഷൻസ് അല്ലേ. അതായത് PH കാണാനാണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ, POH കാണാനാണെങ്കിൽ OH- കോൺസെൻട്രേഷൻ. പക്ഷേ രണ്ടിനും കോമൺ ആയി ഉണ്ടായിരുന്നത് നെഗറ്റീവ് ലോഗരിതമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ഈ രണ്ട് സൈഡിലും മൈനസ് ലോഗ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ മൈനസ് ലോഗ് KW ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ പ്ലസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH-. ഈ പ്ലസ് എങ്ങനെ ഇടയിൽ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഗിൻ്റെ പ്രോപ്പർട്ടീസാണ് കേട്ടോ അതൊക്കെ. അവിടെ സൈഡിൽ അറിയില്ലെങ്കിൽ സൈഡിൽ എഴുതി വയ്ക്കുക നോട്ടിൻ്റെയൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് ലോഗ് A⁻B എന്ന് പറഞ്ഞാൽ B log A എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ആയിരുന്നു. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഇങ്ങനെയാണ് വരിക, ലോഗ് AB എന്ന് വരും. കാരണം നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലോഗ് ഇട്ട് കൊടുത്തു, റൈറ്റ് സൈഡിൽ ലോഗ് AB എന്ന് വരും അല്ലേ. അപ്പോൾ ലോഗ് AB എന്ന് പറഞ്ഞാൽ ലോഗ് A പ്ലസ് ലോഗ് B ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ മൈനസ് ലോഗാണ് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ മൈനസ് ലോഗ് KW ഇൻറ്റു മൈനസ് ലോഗ് H+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ, ദാറ്റ് ഇസ് മൈനസ് ലോഗ് ഓഫ് AB എന്ന് വരും. മൈനസ് നോക്കണ്ട, ലോഗ് AB എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ എഴുതാം, ലോഗ് A പ്ലസ് ലോഗ് B എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇപ്പോൾ ലോഗ് A/B ആയിട്ടാണ് നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടുന്നതെന്ന് വിചാരിക്കുക, ഒരു ഫോമുല വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ലോഗ് A മൈനസ് ലോഗ് B എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊക്കെയാണ് ലോഗിൻ്റെ പ്രോപ്പർട്ടീസ്. നമുക്ക് ആവശ്യം വരും പ്രോബ്ലംസ് ചെയ്യാനായാലും എന്തിനായാലും ഡിറൈവ് ചെയ്തെടുക്കാനായാലൊക്കെ ആവശ്യം വരുന്ന പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളതാണ്. പിന്നെ ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 എന്നും ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണെന്നും ഓർത്ത് വയ്ക്കാം. Okay, so log KW minus log KW is equal to minus log concentration of H+ plus minus log concentration of OH-, which is equal to H+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, OH-ൻ്റെ കോൺസെൻട്രേഷൻ അറിയാം അല്ലേ. എന്താണ് 10⁻⁻7 പ്ലസ് മൈനസ് ലോഗ് ഓഫ് 10⁻⁻7, രണ്ടും ഒരേപോലെ അല്ലേ തന്നെ. മൈനസ് ലോഗ് 10⁻⁻7 പ്ലസ് മൈനസ് ലോഗ് 10⁻⁻7. അപ്പോൾ മൈനസ് ലോഗ് 10⁻⁻14 എഴുതിക്കൂടെ നമുക്കതിനെ. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ PKW, ഈ മൈനസ് ലോഗ് KW എന്ന് പറഞ്ഞാൽ എന്താ, PKW അല്ലേ. ജസ്റ്റ് ആലോചിക്കുക, PHന് നമ്മൾ പറഞ്ഞത് മൈനസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ്, അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെയല്ലേ ഈ മൈനസ് ലോഗ് KW എന്ന് പറഞ്ഞാലും PKW എന്ന് എഴുതിക്കൂടെ നമുക്കതിനെ. പിന്നെ ഇത് നമുക്കറിയാം, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ PH എന്നാണ്, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് പറഞ്ഞാൽ POH ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 14. കാരണം എന്താ, ലോഗ് A⁻B എന്ന് പറഞ്ഞ ഫോമിലാണ് ലോഗ് 10⁻⁻14 ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ -14 ഫ്രണ്ടിലേക്ക് കൊണ്ടുകൂടെ, B log A എന്ന് എഴുതിക്കൂടെ. അപ്പോൾ എന്ത് വരും, മൈനസും കൂടി പോസിറ്റീവ് ആവും. എന്നിട്ട് 14 log 10 എന്ന് വരും. അപ്പോൾ 14 × 1 എന്ന് വരും. log 10 is 1, so 14 എന്ന് വരും. ഓക്കെ, അപ്പോൾ PKW is equal to PH plus POH is equal to 14 എന്ന് വന്നു. Thus by knowing the PH, ഇപ്പോൾ നമുക്ക് PH അറിയെങ്കിൽ നമുക്ക് POHനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം,
POH is equal to 14 minus pH എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. POH is equal to 14 minus pH. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. ഇനി അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ്. സോ കൺസിഡർ എ വീക്ക് ആസിഡ് HX വിച്ച് അയണൈസസ് ഓൺലി പാർഷ്യലി ആസ്. അപ്പോൾ നമ്മളൊരു വീക്ക് ആയിട്ടുള്ളൊരു ആസിഡ് കൺസിഡർ ചെയ്യാണ്. നമ്മൾ വീക്ക് ആസിഡിനെ കൺസിഡർ ചെയ്യും, വീക്ക് ബേസ് കൺസിഡർ ചെയ്യും, എന്നിട്ട് അവരുടെയൊക്കെ കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യണമെന്നും കൂടി നമ്മൾ പറയും. അപ്പോൾ ആദ്യം നമുക്ക് വീക്ക് ആസിഡിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് വരിക നോക്കാം. സോ ഫോർ ദാറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണത് HX എന്ന് പറഞ്ഞൊരു വീക്ക് ആസിഡാണ്. അപ്പോൾ HX എന്ന് പറഞ്ഞ വീക്ക് ആസിഡ് നമ്മൾ കൺസിഡർ ചെയ്തു. വീക്ക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് അയണൈസസ് പാർഷ്യലി, അല്ലേ? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് പാർഷ്യലി മാത്രമേ അയണൈസ് ചെയ്യുള്ളൂ. അപ്പോൾ HX പ്ലസ് H2O ഗിവിങ് H3O പ്ലസ് X മൈനസ് ഉണ്ട് കേട്ടോ, X മൈനസ് എന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. സോ ലെറ്റ് C ബി ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് HX ആൻഡ് ആൽഫ ഇസ് എ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ C ആണ് ഈ HXൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ആൽഫ എന്ന് പറയുന്നതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് വിചാരിക്കുക. അത് പുതിയ ടേമാണ് അല്ലേ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എന്താണ് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റഡ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് ഈ ആൽഫ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റഡ്, അതായത് എത്ര ഇലക്ട്രോലൈറ്റിൻ്റെ എത്ര കൊണ്ട് ഡിസോസിയേറ്റ് ചെയ്തു അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് എന്ത് തരിക, അതിൻ്റെ ആ റേഷ്യോ ആണ് എന്ത് തരിക, ആൽഫ തരിക, അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തരിക. അപ്പോൾ C HXൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെന്നും കൺസിഡർ ചെയ്യുക, ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണെന്നും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? HX പ്ലസ് H2O ഗിവിങ് H3O പ്ലസ് X മൈനസിന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻസ് വരിക HXൻ്റെ C, H3O പ്ലസിൻ്റെ എന്തായിരിക്കും 0. ഇനീഷ്യലി അവർക്കൊന്നും ഒരു കോൺസെൻട്രേഷനും ഉണ്ടാവില്ല അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുക. അപ്പോൾ 0, X മൈനസിനും 0. പിന്നെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ഇതിന് C ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് വരും. H3O പ്ലസിന് എന്ത് വരും? C ആൽഫ എന്ന് വരും. കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻറ്റു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, C ആൽഫ എന്ന് വരും. X മൈനസിനും C ആൽഫ എന്ന് വരും, കാരണം സെയിം എമൗണ്ടിലാണ് അല്ലേ. അപ്പോൾ C ആൽഫ HXന് C ഇൻറ്റു 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? KA ഇസ് ഈക്വൽ ടു നമ്മളെന്താ എഴുതാറ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു പ്രോഡക്റ്റ്. പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് X മൈനസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HX ആണ്. വേർ KA ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് എ വീക്ക് ആസിഡ്, വീക്ക് ആയിട്ടുള്ള ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് എന്ത്? KA എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് KAനെ എന്ത് ചെയ്യാം? ഈ കോൺസെൻട്രേഷൻ്റെ ടേംസിലാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവരുടെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫ. സോ C ആൽഫ ഇൻറ്റു C ആൽഫ, X മൈനസിൻ്റെ C ആൽഫയാണ്, ഡിവൈഡഡ് ബൈ HXൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ C ഇൻറ്റു 1 മൈനസ് ആൽഫ, C ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് എഴുതാം. അപ്പോൾ C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് വരും. കാരണം ഇവിടെ നമുക്ക് C സ്ക്വയർ ആൽഫ സ്ക്വയർ എന്ന് വരും അല്ലേ, C സ്ക്വയർ ആൽഫ സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ C ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് വരും. അപ്പോൾ മേലെ ഒരു സിയും താഴത്തെ ഒരു സിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ലാർജർ ദ വാല്യൂ ഓഫ് KA സ്ട്രോങ്ങർ ഇസ് ആസിഡ്. അപ്പോൾ കെയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആസിഡ് സ്ട്രോങ്ങർ ആയിട്ട് വരും, സ്ട്രോങ് ആസിഡായിട്ട് മാറും. കെൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആസിഡ് സ്ട്രോങ് ആസിഡ് ആവും. ദ നെഗറ്റീവ് ലോഗറിതം ഓഫ് KA ഇസ് കോൾഡ് PKA. അപ്പം KAയുടെ നെഗറ്റീവ് ലോഗറിതത്തിനാണ് എന്ത് പറയുക? PKA എന്ന് പറയാം. നമ്മൾ POHും PH ഒക്കെ പറഞ്ഞ പോലെ, PKW ഒക്കെ പറഞ്ഞ പോലെ KAയുടെ നെഗറ്റീവ് ലോഗറിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് PKA കിട്ടും. സോ PKA ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് KA. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് KA. അപ്പോൾ KAയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ സ്മോളർ വിൽ ബി ദ വാല്യൂ ഓഫ് PKA. PKയുടെ വാല്യൂ കുറയും. ആൻഡ് സ്ട്രോങ്ങർ വിൽ ബി ദി ആസിഡ്. അപ്പോൾ അതായത് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ KAയുടെ വാല്യൂ കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ മൈനസ് ലോഗ് ഓഫ് KA ആണ് PKA. അപ്പോൾ KAയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അത്രയും നെഗറ്റീവ് ആയിരിക്കും PKൻ്റെ വാല്യൂ വരിക അല്ലേ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ PKയുടെ വാല്യൂ അത്രയും കുറഞ്ഞാൽ അസിഡിറ്റി അത്രയും കൂടും അല്ലേ, അതാണ് ഉദ്ദേശിക്കണേ. Kയുടെ വാല്യൂനെയാണ് അസിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യണത്. ആസിഡ് എത്ര കൊണ്ട് സ്ട്രോങ്ങർ ആണ് അല്ലയോ എന്ന് ഡിപ്പെൻഡ് ചെയ്യണത് Kയുടെ വാല്യൂ ആണ്. അപ്പോൾ Kൻ്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ
ആസിഡ് സ്ട്രോങ്ങർ ആവും. അതിനുള്ള കാരണമാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നത്. കെൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ പി കെൻ്റെ വാല്യൂ കുറയും. പി കെൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് സ്ട്രോങ്ങർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അയനൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ബേസ് പഠിക്കാം. അപ്പോൾ കെ എ നമ്മൾ പഠിച്ചു. ഈ കെയിൽ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പോൾ ആൽഫ ചെറിയ വാല്യൂ ആ വിചാരിക്കാം. ആൽഫ ചെറിയ വാല്യൂ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്റർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ എൻ്റെ വാല്യൂ വരെ സി ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷനും കൂടി അതിനുണ്ടെന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ആൽഫ ഇസ് വെരി സ്മോൾ. ഓക്കെ, അപ്പോൾ കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കെ ബി പഠിക്കാം. വീക്ക് ബേസിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റിനെയാണ് കെ ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് MOH എന്ന് പറഞ്ഞിട്ടുള്ള വീക്ക് ബേസിനെ കൺസിഡർ ചെയ്യാം. M denotes for a metal and OH denotes as it is a base. ഓക്കെ, അപ്പോൾ വീക്ക് ബേസ് ആണ് MOH എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് അയണൈസസ് പാർഷ്യലി. അപ്പോൾ ഇതിന് ഇക്വേഷൻ വരിക MOH ഗിവിങ് M പ്ലസ് OH മൈനസ് എന്നാണ്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ മേലെ വരണം കേട്ടോ. അപ്പോൾ M പ്ലസ് OH മൈനസ് എന്നുണ്ട്. സോറി, മൈനസ് മിസ്സിങ് ആണ്. അപ്പോൾ മൈനസും കൂടി നിങ്ങൾ എഴുതുമ്പോൾ സി എന്ന് പറയുന്നതാണ് അവരുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വിചാരിക്കുക. ഈ MOHൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സി ആണെന്ന് വിചാരിക്കുക. ആൽഫയാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരിക MOH പ്ലസ് H2O ഗിവിങ് M പ്ലസ് OH മൈനസ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വരുമ്പോൾ MOHന് സി ആണ്, M പ്ലസിനും OH മൈനസിനൊക്കെ 0. പിന്നെ അവരുടെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ വരിക സി ഇൻറ്റു 1 മൈനസ് ആൽഫ MOHന്, M പ്ലസിന് സി ആൽഫ, OH മൈനസിന് സി ആൽഫ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ബേസ് എന്ന് പറയുന്നത് കെ ബി ആണ്. കെ ബി ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് M പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് MOH. ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ കോൺസെൻട്രേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കേട്ടോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി ആൽഫ ഇൻറ്റു സി ആൽഫ ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ. അപ്പോൾ സി സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് വരും. മേലത്തെ ഒരു സിയും താഴത്തെ ഒരു സിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് കെ ബി ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഓൾസോ മൈനസ് ലോഗ് കെ ബി ഈസ് ഈക്വൽ ടു പി കെ ബി. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പി കെ എ പറഞ്ഞ പോലെ നെഗറ്റീവ് ലോഗരിതം ഓഫ് കെ ബി ഇസ് പി കെ ബി. സോ കെ ബിൻ്റെ വാല്യൂ കൂടുന്തോറും പി കെ ബി കുറയും, ബേസിക് സ്ട്രെങ്ത്ത് കൂടും. അപ്പോൾ ഇവിടെ ബേസിക് സ്ട്രെങ്ത്ത് കൂടാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കെ ബിനെയാണ്. അപ്പോൾ കെ ബിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബേസിക് സ്ട്രെങ്ത്ത് കൂടും. കാരണം എന്താ? പി കെ ബി കുറയും. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ കെ എ, കെ ബി, കെ ഡബ്ല്യു. So for a conjugate acid base pair, Ka and Kb are related as. ഒരു കോൺജുഗേറ്റ് ആയിട്ടുള്ള ആസിഡ് ബേസ് പെയർ എടുത്തു എന്ന് വിചാരിക്കുക. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അവരുടെ കെ എ കെ ബി എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നത്? കെ എ ഇൻറ്റു കെ ബി ഇസ് ഈക്വൽ ടു കെ ഡബ്ല്യു ആയിട്ടാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്യണതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കെ എ ഇൻറ്റു കെ ബി ഇസ് ഈക്വൽ ടു കെ ഡബ്ല്യു ആണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൻ്റെ കെ എയും കെ ബിയും തമ്മിലുള്ള റിലേഷൻ. ഇത് എങ്ങനെ ഈ റിലേഷൻ കിട്ടണേ എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡെറിവേഷനാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ഒരു എക്സാമ്പിൾ വെച്ച് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്: NH4 പ്ലസ് H2O ഗിവിങ് NH3 പ്ലസ് H3O പ്ലസ്. അമോണിയ വെള്ളത്തിൽ ചേർന്ന് അമോണിയം അയോണും OH മൈനസ് അയോണും കൂടി തരുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ശരിക്കുള്ളത്. അതിനെ റിവേഴ്സ് ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ ഇക്വേഷൻ. അപ്പോൾ NH4 പ്ലസ് H2O ഗിവിങ് NH3 പ്ലസ് H3O പ്ലസ്. ഇതിൽ നമ്മൾ വീക്കായിട്ടുള്ളൊരു ആസിഡ് എടുത്തിട്ട് ചെയ്യണതുകൊണ്ടാണ് Ka വരുന്നത് കേട്ടോ. വീക്കായിട്ടുള്ള ആസിഡാണ് അമോണിയം അയോൺ. ഓക്കെ, അപ്പോൾ NH4 പ്ലസ് എന്ന് പറഞ്ഞാൽ വീക്കായിട്ടുള്ള ആസിഡാണ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായതൊരു വീക്കായിട്ടുള്ള ആസിഡാണ്? ആദ്യം തന്നെ ഇത് എന്താണ് ആസിഡ് ആവാൻ കാരണം? നമ്മൾ പറഞ്ഞു ആസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്ന കമ്പൗണ്ട്സ് മിക്കതും കാറ്റയോൺസ് ആണ് അല്ലേ? കൂടുതലും കാറ്റയോൺസ് ആണ്. അപ്പോൾ ഇത് കാറ്റയോൺ ആണ്, പോസിറ്റീവ് ചാർജുള്ള ഒരു കമ്പൗണ്ടാണ്. അപ്പോൾ അങ്ങനെ അത് ആസിഡായി. എന്തുകൊണ്ട് വീക്ക് ആസിഡായി? നമുക്കറിയാം ഏതൊക്കെ സ്ട്രോങ് ആസിഡ് എന്ന്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആവാത്തതുകൊണ്ട് ഇതൊരു വീക്ക് ആസിഡായി. ഓക്കെ, അപ്പോൾ വീക്ക് ആസിഡിൻ്റെ ഇക്വേഷൻ ആയ കാരണം, അവർ അയണൈസ് ചെയ്യുന്ന പ്രോസസ്സായ കാരണം നമ്മൾ എന്ത് ചെയ്യണു? അതിൻ്റെ കോൺസ്റ്റൻറ്റിനെ Ka എന്ന് എഴുതണു. അപ്പോൾ Ka ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH4 പ്ലസ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് എടുക്കുന്ന ഇക്വേഷൻ ഇവരെ റിവേഴ്സ് ചെയ്ത ഇക്വേഷൻ.
അപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ആരെയാ? ബേസിനെയാണ്. ഈ ബേസ് അമോണിയം നമുക്കറിയാം ബേസ് ആണെന്നറിയാം. അല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ മെത്തേഡ് ഉണ്ട് ബേസിനെ കണ്ടുപിടിക്കാൻ അല്ലേ. ലോൺ പെയർ തരുന്നതാണ് അമോണിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബേസാണ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കൺസെപ്റ്റ്സ് ഉണ്ട് അല്ലേ. ആ കൺസെപ്റ്റ് പ്രകാരവും നമുക്ക് അമോണിയ ഒരു ബേസ് ആണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ അമോണിയ എന്ന് പറഞ്ഞാൽ വീക്ക് ബേസ് യൂസ് ചെയ്യണ കാരണം നമ്മളിതിനെ KB എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റിനെ ഡിനോട്ട് ചെയ്യണം. സോ KB വിൽ ബി ഈക്വൽ ടു NH4 plus molar concentration of NH4 plus into molar concentration of OH minus divided by molar concentration of NH3. അപ്പോൾ K കിട്ടി, KB കിട്ടി, ഇനി KW കിട്ടണ്ടേ. KW കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നെറ്റ് റിയാക്ഷൻ എടുക്കുക. ഇവർ നെറ്റ് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവർ രണ്ടിനും കൂടി ആഡ് ചെയ്യിപ്പിക്കുക. വാട്ട് ഹാപ്പൻസ്? ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ NH4 പ്ലസ് ഉണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ. റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിലും NH4 പ്ലസ് ഉണ്ട്. സോ ദേ ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ക്യാൻസൽ ആവാമെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അങ്ങനെ ആലോചിക്കുക. അതായത് ഈ NH4 പ്ലസ് ലെഫ്റ്റിലുണ്ട്, NH4 പ്ലസ് ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ റൈറ്റിലുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ്റെ റൈറ്റിലുള്ള NH4 പ്ലസിനെ നമ്മൾ ലെഫ്റ്റിക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു റിയാക്ഷനിൽ ലെഫ്റ്റിക്ക് കൊണ്ടുവരികയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നെഗറ്റീവ് ആവില്ലേ ഇത്? അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടി ക്യാൻസൽ ആവില്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ സിമിലറായിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റിലുള്ളതും വേറൊരു ഇക്വേഷൻ്റെ റൈറ്റിലുള്ളതും ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ NH4 പ്ലസും ഈ NH4 പ്ലസും ക്യാൻസലായി. ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റിലുള്ള NH3യും സെക്കൻഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റിലുള്ള NH3യും ഗെറ്റ് ക്യാൻസൽഡ്. പിന്നെ ഒന്നും ക്യാൻസൽ ആവണില്ലേ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ബാക്കി എന്താ ഒരു H2O ഉണ്ട്, റൈറ്റ് സൈഡിലായിട്ട് H3O പ്ലസ് ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷനിൽ ലെഫ്റ്റിൽ തന്നെ ഒരു H2O ഉണ്ട്, റൈറ്റ് സൈഡിൽ OH മൈനസ് ഉണ്ട്. സോ അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2H2O ഗിവിങ് H3O പ്ലസ് OH മൈനസ് എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ നെറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് റിയാക്ഷൻ നമ്മൾക്ക് KW എഴുതാം. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. എന്തുകൊണ്ട് ഈ H2നെ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞ്? വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ K ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഡിവൈഡഡ് ബൈ 2 കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 2 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഈ കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 2നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകും. സോ K ഇൻറ്റു 2 കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 2 എന്നായി. അതിനെയാണ് നമ്മൾ KW എന്ന് വിളിക്കുക. ഓക്കെ, മുമ്പത്തെ നമ്മൾ പറഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ പാർട്ട് 3 വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ വീഡിയോ ഒന്ന് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ KW ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ K കിട്ടി, KB കിട്ടി, KW കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ Kനെയും KBനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ Kനെയും KBനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NH4 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH4 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NH3. ഇതിൽ എന്തൊക്കെ ക്യാൻസലായി പോവും? ഈ NH3യും ഈ NH3യും ഗെറ്റ് ക്യാൻസൽഡ്. ഈ NH4 പ്ലസും ഈ NH4 പ്ലസും ഗെറ്റ് ക്യാൻസൽഡ്. പിന്നെ ബാക്കി വരിക കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. അത് നമ്മളിവിടുത്തെ എഴുതി. നമുക്കറിയാം ഫ്രം ദ നെറ്റ് റിയാക്ഷൻ KW കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറഞ്ഞാൽ KW ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി. അങ്ങനെയാണ് K ഇൻറ്റു KB ഈസ് ഈക്വൽ ടു KW എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എത്രയാണ്? 10⁻⁻7 ആണ്. വെൻ ഇറ്റ് ഇസ് അറ്റ് 298 Kelvin അല്ലേ, ഫോർ പ്യുവർ വാട്ടർ. അതുപോലെ തന്നെയാണ് OHൻ്റെയും വാല്യൂ 10⁻⁻7 ആണ്. അപ്പോൾ ഇത് രണ്ടും KW എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? 10⁻⁻14 ആയിരിക്കും അല്ലേ. അപ്പോൾ KA ഇൻറ്റു KB എന്ന് പറഞ്ഞാൽ 10⁻⁻14 ആണ്. 10⁻⁻ കേട്ടോ, സോറി. അപ്പോൾ KA ഇൻറ്റു KB ഈസ് ഈക്വൽ ടു KW വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻14. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? PKA പ്ലസ് PKB ഈസ് ഈക്വൽ ടു PKW ഈക്വൽ ടു 14 എഴുതാം. ഇതിന് രണ്ട് സൈഡിൽ ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ഓക്കെ, PKA പ്ലസ് PKB ഈക്വൽ ടു PKW ഈക്വൽ ടു 14 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. ആസിഡിൻ്റെ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The extent of dissociation of an acid and its acidic strength depend on the strength and polarity of HA bond. അതായത് ഒരു ആസിഡ് അത് എത്രകൊണ്ട് ഡിസോസിയേഷൻ നടക്കും അല്ലെങ്കിൽ അതിലെ അസിഡിക് സ്ട്രെങ്ത്ത് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യണത് ഈ HA ബോണ്ടിൻ്റെ പൊളാരിറ്റീനെയും സ്ട്രെങ്ത്തിനെയൊക്കെയാണ്. ഓക്കെ, weaker the HA bond more easily dissociates to give H+ ion and hence stronger is the acid.
അതായത് ഈ HA ബോണ്ട് വീക്കായിട്ടുള്ള ബോണ്ടാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോണ ബോണ്ടാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് പൊട്ടി പോകുമ്പോൾ എന്തുണ്ടാവണേ, അത് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് തരും അല്ലേ. ആസ് HA ബോണ്ടായ കാരണം അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് തരും, H+ തരും അല്ലേ, H+ അയോൺ തരും. ഈ H+ തരികയാണെങ്കിൽ അവർ സ്ട്രോങ്ങർ ആസിഡായി മാറില്ലേ. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ്സിൽ നമ്മൾ പറഞ്ഞ അർഹീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ച ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ H+ തരുന്നത് ആരാണോ അവരാണ് ആസിഡ് അല്ലേ. അപ്പോൾ ഈ H+ ഡിസോസിയേറ്റ് ചെയ്ത് തരുമ്പോൾ അത് ആ തരുന്ന കമ്പൗണ്ട് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡ് ആയിരിക്കില്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. HA ബോണ്ട് വീക്കാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ അത് പൊട്ടിയിട്ട് തരുന്നത് H+ അയോണാണ്. അപ്പോൾ അത്രയ്ക്കും സ്ട്രോങ്ങർ ആയിരിക്കും ആ ആസിഡ് എന്ന് പറയുന്നത്. Also, greater the polarity of HA bond, that is when the electronegativity difference between the atom H and A increase, the more easily it dissociates and hence greater is the acidity. അതായത് HA ബോണ്ടിൻ്റെ പൊളാരിറ്റി കൂടുതലാണെങ്കിൽ, പൊളാരിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഈ Aയും Hഉം തമ്മിലുള്ളതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അത് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം പൊളാരിറ്റി കൂടുതലാണെന്നാണ് ഈ ബോണ്ടിന്. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് തരും, H+ തരും അല്ലേ. H+ തരുന്നവർക്ക് ഗ്രേറ്റർ ആസിഡിറ്റിയാണ് ഉണ്ടാവുക, സ്ട്രോങ്ങർ ആസിഡ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻ ഷോർട്ട് പറയാൻ പറ്റുന്നത് എന്താ, വീക്കർ HA ബോണ്ട് ആയാൽ സ്ട്രോങ്ങർ ആസിഡ്സ് ആയിരിക്കും, അത് ഗ്രേറ്റർ പൊളാരിറ്റി ആണെങ്കിൽ അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ വീക്കർ HA ബോണ്ടും പൊളാരിറ്റിയും കൂടിയാൽ നമുക്ക് സ്ട്രോങ്ങർ ആസിഡ്സ് കിട്ടും. ഓക്കെ. ഇൻ എ ഗ്രൂപ്പ് അസിഡിറ്റി ഈസ് മെയിൻലി ഡിറ്റർമിൻഡ് ബൈ ബോണ്ട് സ്ട്രെങ്ത്. ഒരു ഗ്രൂപ്പിൽ നമുക്കൊരു പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പും പീരീഡൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ആസ് എ സൈസ് ഓഫ് A increases, HA ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ് ആൻഡ് സോ ദ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ്. അതായത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടമാണ് അല്ലേ, മുകളിൽ നിന്ന് താഴത്തേക്കുള്ളതാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. വെർട്ടിക്കലാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഹൊറിസോണ്ടലാണ് പീരീഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് പോവുക. അപ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകും തോറും Aൻ്റെ സൈസ് കൂടും. A ഈസ് ആൻ ആറ്റം. ഓക്കെ, എന്ന് പറഞ്ഞൊരു ആറ്റമാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടും. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ സൈസ് കൂടുക, ഒരെണ്ണത്തിൻ്റെ സൈസ്, ഹൈഡ്രജൻ്റെ സൈസ് നമുക്കറിയാൻ ചെറുതാണ്. Aൻ്റെ സൈസ് കൂടി വരികയാണെങ്കിൽ അവർ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തുണ്ടാവും, പെട്ടെന്ന് പൊട്ടും അല്ലേ. ബോണ്ട് സ്ട്രെങ്ത്ത് കുറവായിരിക്കും അവർ തമ്മിൽ. അപ്പോൾ അവർ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ H+ തരും. അപ്പോൾ അങ്ങനെ അസിഡിക് സ്ട്രെങ്ത്ത് കൂടും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. പൊളാരിറ്റിയും HA ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തുമാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്, ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. Thus, acidic strength of hydrohalic acids increase in the order. അതായത് HF, HCl, HBr, HI, HXൻ്റെ കാര്യമാണ് ജനറലി പറയുന്നത്. X denotes for halogens. അപ്പോൾ ഹൈഡ്രോഹാലിക് ആയിട്ടുള്ള ആസിഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ അസിഡിക് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ്. HIക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെ HBr, പിന്നെ HCl, പിന്നെ HF. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ചെയ്താൽ പറഞ്ഞാൽ കുറവെന്ന് കൂടുതലിലേക്ക് ആരോ മാർക്കൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്കിതൊക്കെ അറിയണതായിരിക്കും, ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചുള്ള ഓർഡർ വയ്ക്കും. സംഭവം നമ്മൾ ശരിയായിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. HI കൂടുന്നു, HBr കൂടുന്നു, HCl, പക്ഷേ സൈൻ അങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആൻസറും തെറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്ക്, അപ്പോൾ അതിനനുസരിച്ച് സൈൻ ഇങ്ങോട്ടായിരിക്കും തിരിയുക. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെയായത്, HF എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ, അതിൻ്റെ താഴെയാണ് Cl വരുന്നത്, അതിൻ്റെ താഴെയാണ് Br, അതിൻ്റെ താഴെയാണ് I. അപ്പം ഈ താഴേക്ക് പോകും തോറും നമ്മൾ പറഞ്ഞു സൈസ് ഓഫ് ദാറ്റ് ആറ്റം ഇൻക്രീസസ് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് പൊട്ടും, ബോണ്ട് സ്ട്രെങ്ത്ത് കുറവായ കാരണം. അപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ H+ അയോൺസ് തരും അല്ലേ. HI പെട്ടെന്ന് തരും, കാരണം അവർ തമ്മിലുള്ള സൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് പൊട്ടും, വീക്ക് ബോണ്ടായിരിക്കും, പെട്ടെന്ന് പൊട്ടും. അപ്പോൾ എന്തുണ്ടാവും, H+ അയോൺസ് പെട്ടെന്ന് തരും. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത്ത് ഏറ്റവും കൂടുതൽ HIക്കാണ്, പിന്നെ HBr, പിന്നെ HCl, HF. ഇനി ഇൻ എ പീരീഡ് അസിഡിറ്റി ഈസ് മെയിൻലി ഡിറ്റർമിൻഡ് ബൈ ദ പൊളാരിറ്റി ഓഫ് ബോണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് HA ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തും, രണ്ട് പൊളാരിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ അത് ബോണ്ട് സ്ട്രെങ്ത്താണ് നോക്കണേ. ഇനി പീരീഡ് വൈസ് നോക്കുകയാണെങ്കിൽ അസിഡിറ്റി പൊളാരിറ്റീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആസ് ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് A ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്,
ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ് ഓൾസോ ഇൻക്രീസ് അല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, അതിൽ പറഞ്ഞതാണ് നമ്മൾ എന്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എയിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവർ പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയൺസ് തരും. അപ്പോൾ അങ്ങനെ അസിഡിക് സ്ട്രെങ്ത് കൂടും. സോ ദ അസിഡിറ്റി ഓഫ് ഹൈഡ്രൈറ്റ്സ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിൻ്റെ അസിഡിറ്റി എങ്ങനെയാണ് കൂടുക നോക്കാം കേട്ടോ. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് അതായത് HA, ആ A എന്ന് പറയുന്നത് ഡിനോട്ട്സ് ഫോർ ദ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്. അവരുടെ എങ്ങനെയാണ് കൂടുക നോക്കാം അസിഡിറ്റി. CH4 ലെസ്സർ ദാൻ NH3 ലെസ്സർ ദാൻ H2O ലെസ്സർ ദാൻ HF. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പീരീഡ് ആണ് നോക്കണേ കേട്ടോ. പീരീഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ പോവുകയാണെങ്കിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീം റൈറ്റിൽ വരുന്നത് ഫ്ലൂറിനാണ്. അപ്പോൾ എക്സ്ട്രീം റൈറ്റിൽ ഫ്ലൂറിൻ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും കമ്പയർഡ് ടു അതേഴ്സ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടി H+ തരുന്നതുകൊണ്ട് തന്നെ ഇവരെ കമ്പയർ ചെയ്ത് സെക്കൻഡ് പീരീഡിൽ ബാക്കിയുള്ള എലമെൻസിനെ കമ്പയർ ചെയ്ത് HF-നായിരിക്കും കൂടുതൽ. ഓക്കെ, പിന്നെ H2O, പിന്നെ NH3, പിന്നെ CH4. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ ഓരോ ക്വസ്റ്റ്യൻസും.